ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഡിസംബർ 20. ശാപം ഇല്ല. യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്ന് ഒരു ചെങ്കോൽ ഉയരും. സംഖ്യാപുസ്തകം 24 അധ്യായം 17 വാക്യം. ഷേക്സ്പിയർ അധിക്ഷേപത്തിൻ്റെ ഗുരുവായിരുന്നു. ഷേക്സ്പിയറുടെ നാടകങ്ങളിൽ നിന്ന് കണ്ടെത്തിയ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത അധിക്ഷേപങ്ങൾ ഉൾക്കൊള്ളുന്ന തൻ്റെ ഷേക്സ്പിയർ ഇൻസൾട്ട് ജനറേറ്റർ എന്ന ഗ്രന്ഥത്തിൽ അതിനെ അദ്ദേഹത്തിൻ്റെ ഗുണം ആയിട്ടാണ് നടൻ ബാരി ക്രാഫ്റ്റ് വിശേഷിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരാളെ താഴ്ത്തിക്കെട്ടിക്കൊണ്ട് നീ അർത്ഥശൂന്യ വാഗ്മിയായ ബുദ്ധിശൂന്യനാണ് എന്ന് പറയുന്നത് നീ ഒരു പൊങ്ങച്ചക്കാരനായ ഒരു മഠയനും നീചനുമാണ് എന്ന് പറയുന്നതിനേക്കാൾ വളരെ സർഗാത്മകമാണ്. ക്രാഫ്റ്റിൻ്റെ ലളിതമായ പുസ്തകം നല്ല രസമാണ്. എന്നാൽ മോബാബിലെ ഒരു പുരാതന രാജാവ് ഇസ്രായേലിയരെ അപമാനിക്കാനല്ല, മറിച്ച് അവരെ ശപിക്കാൻ തന്നെ ലക്ഷണവിദ്യക്കാരനായ ഒരു പ്രവാചകന് പണം നൽകി. വന്ന് ഈ ജനത്തെ ശപിക്കുക എന്ന് ബാലാഖ് രാജാവ് ബിലയാമിനോട് പറഞ്ഞു. എന്നാൽ ശപിക്കുന്നതിനു പകരം എബ്രായരെ ഒന്നിലധികം തവണ അനുഗ്രഹിച്ചുകൊണ്ട് ബിലയാം ബാലാഖ് രാജാവിനെ പ്രകോപിപ്പിച്ചു. അവൻ്റെ അനുഗ്രഹങ്ങളിൽ ഒന്നിൽ ഈ പ്രവചനം ഉൾപ്പെടുന്നു: ഞാൻ അവനെ കാണും, ഇപ്പോൾ അല്ല താനും; ഞാൻ അവനെ ദർശിക്കും, അടുത്തല്ല താനും. വ്യക്തമായി കാണുന്ന വ്യക്തി ഇതുവരെ രംഗത്തു വന്നിട്ടില്ല. എന്നാൽ ബിലയാം ആരെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അടുത്ത വരിയിൽ ഒരു സൂചനയുണ്ട്. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും, ഇസ്രായേലിൽ നിന്നൊരു ചെങ്കോൽ ഉയരും. നക്ഷത്രം ഒരു ദിവസം വിദ്വാൻമാരെ വാഗ്ദത്ത ശിശുവിൻ്റെ അടുത്തേക്ക് നയിക്കും. മശിഹായെക്കുറിച്ച് ഒന്നും അറിയാത്ത ഒരു പുരാതന മെസോപ്പൊട്ടേമിയൻ പ്രവാചകൻ അവൻ്റെ വരവ് പ്രഖ്യാപിക്കുന്ന ഒരു ഭാവി അടയാളത്തിലേക്ക് ലോകത്തിന് ചൂണ്ടിക്കാണിച്ചു. പ്രതീക്ഷിക്കാത്ത ഒരു സ്രോതസ്സിൽ നിന്ന് വന്നത് ശാപമല്ല, അനുഗ്രഹമാണ്. ക്രിസ്മസ് കഥ വ്യത്യസ്തമായി കാണാൻ സംഖ്യാപുസ്തകം 24 നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കുന്നത്? ദൈവത്തിൻ്റെ പ്രവൃത്തിയെ എതിർക്കുന്ന ആളുകളെ കണ്ടുമുട്ടുമ്പോൾ അത് നിങ്ങളുടെ പ്രവർത്തന രീതിയെ എങ്ങനെ മാറ്റിമറിച്ചേക്കാം? ദൈവത്തിന് മഹത്വം.